ഒന്നും പഠിക്കാത്തവർ ഗ്യാങ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മക്കളെ, ഞാൻ ഒരു കാരണവശാലും ഒന്നും പഠിക്കാത്തവർക്ക് മാർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന പരിപാടിയിൽ ഞാൻ സപ്പോർട്ട് ഫിലോസഫിക്കലി എനിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നിങ്ങളെയും വിടാൻ പാടില്ലല്ലോ ആസ് എ ടീച്ചർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഒന്നും പഠിക്കാത്തവരെന്നൊക്കെ പറയുമ്പോൾ ഒന്നും പഠിക്കാത്തവരല്ലായിരിക്കും, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചവരായിരിക്കും. പക്ഷേ ഒന്നും പഠിക്കാത്തൊരു ഫീലിംഗ് ആയിരിക്കും, ഒരു പ്രതീതിയായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ, ഒരു മിനിമം ഒരു 20 മാർക്ക് ഉണ്ടാക്കാനുള്ള ഒരു സംഗതി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത്രയൊക്കെ കിട്ടുള്ളൂ. അതിൽ കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഈ വീഡിയോ വളരെ കുറവാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് ആണിത്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. സംഭവത്തിലുള്ള മക്കളെ, നിങ്ങൾ ഓരോന്നിൻ്റെയും വർക്കിങ്സ് എല്ലാ വർഷവും ഏതെങ്കിലും ഒരു വർക്കിംഗ് ചോദിക്കും. അത് ഒന്നെങ്കിൽ ഡിസ്ചാർജ് ലാമ്പിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ലൗഡ് സ്പീക്കറിൻ്റെ ആയിരിക്കും, അല്ലെ മൈക്രോഫോണിൻ്റെ ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് എല്ലാ വർഷം ചോദിക്കാറുണ്ട്. അതൊന്ന് പഠിച്ച് വെച്ചേക്കുക. 3-4 മാർക്ക് ഒറ്റയടിക്ക് അങ്ങനെ കിട്ടും. ഓക്കെ, 3 പഠിച്ചു വെച്ചോ, പണി തീർന്നില്ലേ. രണ്ടാമത് ചെയ്യേണ്ടത് ഫോർമുല പഠിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് ആ ചോദ്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ പോലും ഫോർമുല എഴുതി വെച്ചാൽ 3 മാർക്കിന് 1 മാർക്കെങ്കിലും കിട്ടും. പിന്നെ ഫോർമുല ചെയ്യാൻ കൂടി അല്ല അടുത്ത സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ടോടും കൂടി ചെയ്താൽ 2 മാർക്ക് കിട്ടും. അവസാനത്തെ ആൻസറിനായിരിക്കും 1 മാർക്ക്. മനസ്സിലല്ലേ? അപ്പോൾ ആ 3 മാർക്കിൽ 2 മാർക്കെങ്കിലും ഈ ഫോർമുല പഠിച്ചാൽ തന്നെ കിട്ടും. അപ്പോൾ എല്ലാ ഫോർമുലയും ഒന്ന് പഠിച്ച് വെച്ചേക്ക്. മിറർ ഫോർമുല 1/f = 1/v + 1/u പഠിച്ചുക. ലെൻസ് 1/f = 1/v - 1/u. അപ്പോൾ ഫോർമുലയുടെ ഒരു വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടുണ്ട്. അപ്പോൾ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഫോർമുലയും ബയോട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് ചോദ്യം പോലും മനസ്സിലായില്ലെങ്കിൽ ആ ഫോർമുല എങ്കിലും എഴുതി വെക്കണം. ഓക്കെ, അങ്ങനെ മാർക്ക് കിട്ടില്ലേ. ട്രാൻസ്ഫോമറിന്റെ ഫോർമുല പഠിച്ചു വെക്കുക. പിന്നെ ജൂൾസ് ലോ H = I²RT ഫോർമുല പഠിച്ചു വെക്കുക. പിന്നെ മൾട്ടിപ്പിൾ ഇമേജിന് N = 360 θ - 1. ഇപ്പോൾ പറയുന്നത് മനസ്സിലാവുന്നതിന് പേടിക്കേണ്ട. ആ ഫോർമുല വീഡിയോ നമ്മുടെ ചാനലിട്ടുണ്ട്, അത് പോയി ഫുള്ള് പഠിച്ചു വെക്കുക. ആ ഫോർമുല എല്ലാം കൂടി പഠിച്ചു വെച്ചാൽ അറ്റ്ലീസ്റ്റ് ചോദ്യം അറിയില്ലെങ്കിൽ പോലും മനസ്സിലായില്ലെങ്കിൽ പോലും ഫോർമുല എഴുതി വെക്കും. അപ്പോൾ അത്രയെങ്കിലും മാർക്ക് കിട്ടും നിങ്ങൾക്ക്. പിന്നെയുള്ള ഡയഗ്രാം ബേസ്ഡ് ചോദ്യങ്ങളാണ്. അതൊന്ന് ജനറേറ്ററിൻ്റെ ഡയഗ്രാം കൂടി പഠിച്ചേക്കും. ഡയഗ്രാം വരയ്ക്കാനല്ല, അതിലെ പാർട്സ് പഠിച്ചു വെക്കുക. ഓക്കെ, അതിൽ AC ജനറേറ്ററും DC ജനറേറ്ററും വ്യത്യാസം മനസ്സിലാക്കിക്കോ. AC ജനറേറ്ററിൽ ഈ സ്ലിപ്പ് റിങ്സ് എന്ന് പറഞ്ഞാൽ 2 ഫുൾ റിങ്സ് ഉണ്ടാവും. DC ആണ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതിൻ്റെ പാർട്സ് ആർമേച്ചർ, പെർമനന്റ് മാഗ്നറ്റ്സ്, പിന്നെ ഈ സ്ലിപ്പ് റിങ്സ് അല്ലെ സ്പ്ലിറ്റ് റിങ്സ്, ബ്രഷസ്, അത്രേ ഉള്ളൂ പാർട്സ്. പിന്നെ ലൗഡ് സ്പീക്കറിൻ്റെ മൈക്രോഫോണിൻ്റെ പാർട്സ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അല്ല ലൈവിൽ വരിക, പക്ഷെ നിങ്ങൾ ലൈവിൽ വരുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ലൈവിൽ വന്നാൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഈ 3 ഡയഗ്രാംസ് ഒന്ന് ബൈഹാർട്ട് പഠിച്ചിരിക്കും. അതിൻ്റെ പാർട്സ് ലേബിളിംഗ് ആണ് പഠിച്ചു വെക്കേണ്ടത്. പിന്നെയുള്ളത് ഡെഫിനിഷൻസ് ആണ്. അപ്പോൾ ഈ ഡയഗ്രാംസ് എന്തായാലും ഒരു ഡയഗ്രാം ബേസ്ഡ് ചോദ്യം വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്, പഠിച്ചിരിക്കും. പിന്നെ ഡെഫിനിഷൻസ് ആണ്. ഡെഫിനിഷൻസ് എന്തായാലും ഉണ്ടാവും. അതിൽ ജൂൾസ് ലോന്റെ ഡെഫിനിഷൻ, സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കുക. ക്രിട്ടിക്കൽ ആംഗിളിന്റെ ഡെഫിനിഷൻ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഡെഫിനിഷൻ, ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനങ്ങളാണ്. ജസ്റ്റ് അവിടെ നിന്ന് ബൈഹാർട്ട് പഠിച്ചാൽ മതി. പിന്നെ ഡിസ്പേർഷൻ ഡെഫിനിഷൻ, സ്കാറ്ററിംഗ് ഡെഫിനിഷൻ, ഫോസിൽ ഫ്യൂവൽസിന്റെ ഫോർമേഷൻ ഡെഫിനിഷൻ. ഇത്രയെങ്കിലും ഡെഫിനിഷൻസ് പഠിച്ചത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി ഇതിൽ കൂടുതൽ ഡെഫിനിഷനും പഠിക്കാം. ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് വെറുതെ ഇങ്ങനെ ഓടിച്ചു നോക്കിയാൽ പെട്ടികളിൽ എഴുതി വെച്ച സാധനമൊക്കെ ഡെഫിനിഷൻസ് ആണ്. അപ്പോൾ അതിലേക്ക് പവറിൻ്റെ ഡെഫിനിഷൻ കാണാൻ പറ്റും. പിന്നെ 6ാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ്റെ, പവർ ഓഫ് അക്കോമഡേഷൻ്റെ. അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ ആ പെട്ടികളുണ്ടോ, ഒരു വയലറ്റ് കളർ പെട്ടിയിലായിരിക്കും ഉണ്ടാവുക ബാക്ക്ഗ്രൗണ്ടിലുള്ള. ആ പെട്ടികളിൽ എല്ലാ ഡെഫിനിഷനും പഠിച്ചു വെച്ചോ. അതിന്ന് മിനിമം ഒരു 10-12 മാർക്കെങ്കിലും ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 20 മാർക്ക് ഉണ്ടാക്കാനുള്ള വക പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ഏറ്റവും വലിയ ഡിസ്ക്ലെയിമർ എന്താണെന്ന് വെച്ചാൽ, എക്സാം ടഫായിട്ടാണ് വരുന്നതെങ്കിൽ ഈ കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് 20 മാർക്ക് നിങ്ങൾ ഉറപ്പ് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയും പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ബാക്കി സമയം കിടക്കുന്നുണ്ടല്ലോ, ആ സമയം വെച്ചിട്ട് പഠിക്കാമല്ലോ. പണി വെറുതെ മടി പിടിച്ചിരിക്കണ്ട. അപ്പോൾ ഇന്നത്തെയും നാളത്തെയും ലൈവുകളിൽ വരിക. പിന്നെ ഏറ്റവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നത് മോർണിംഗ് ബൂസ്റ്റർ ആയിരിക്കും. മോർണിംഗ് ബൂസ്റ്ററിൽ എല്ലാ സാധനവും കൂടെ പെട്ടെന്ന് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൽ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി യൂസ് ചെയ്തിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് 25-30 മാർക്കൊക്കെ വരെ വാങ്ങിയെടുക്കാൻ പറ്റും. പക്ഷെ അത് നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്കിലും പഠിച്ചിട്ട് പോവാ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഈ ഒന്നും പഠിക്കാത്ത ഗ്യാങ് ഒക്കെ ഉണ്ടാവുമല്ലോ വേറെ, അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അത്രേ പറയാനുള്ളൂ. ബൈ ബൈ.